കോഴിക്കോട് പുതിയ സ്റ്റാൻഡ് പരിസരത്ത് ഇരുമ്പ് ഷീറ്റ് തകർന്ന് വീണ് അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. നിഖിൽ പ്രമേഷ് കോഴിക്കോടും തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കോഴിക്കോട് മൊഫ്യൂസൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നേരത്തെ തീപിടുത്തമുണ്ടായ അതേ മേഖലയിൽ അന്ന് തീപിടുത്തത്തിൽ അടർന്നു നിന്നിരുന്ന ആ ഷീറ്റിന്റെ ഭാഗമാണ് താഴേക്ക് ഇന്നിപ്പോൾ ശക്തമായ കാറ്റിലും മഴയിലും പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത് വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ ഭീഷണി തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നേരത്തെ ഇവിടുത്തെ വ്യാപാരികളൊക്കെ കോർപ്പറേഷനോട് പലതവണ പറഞ്ഞിരുന്നതാണ് ഇതൊന്ന് നീക്കം ചെയ്യണമെന്നുള്ള കാര്യം, അല്ലെങ്കിൽ അത് വലിയ അപകടമാണ് എന്നുള്ള കാര്യം നേരത്തെ അറിയിച്ചിരുന്നതാണ്. പക്ഷേ അതിന് വേണ്ടുന്ന ഒരു പ്രാധാന്യം കോർപ്പറേഷൻ നൽകിയില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വീഴുന്ന സമയത്ത് നിങ്ങളിവിടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എന്താണ് സംഭവിച്ച സമയത്ത്? അന്നപ്പോൾ ശക്തമായ കാറ്റടിച്ചിരുന്നു. അന്നപ്പോൾ പെട്ടെന്ന് വികുകയായിരുന്നു. അന്നപ്പോൾ ഇവിടെ ഫുള്ള് എന്താ പറയുക, മഴ ആയതുകൊണ്ട് ഇവിടെ ഓവറായിട്ട് ആളുകളൊന്നുമില്ലായിരുന്നു. അതിനെക്കൊണ്ട് അത്രയും ജീവന് രക്ഷപ്പെട്ട് 6 മാസത്തോളമായി ഇത് കറക്റ്റ് കത്തിയിട്ട് ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പല ആൾക്കാരെയും കണ്ട് ഇതുവരെയായിട്ട് ഒരു നടപടി പോലും ഓലെ ഭാഗത്ത്. നേരത്തെ നമ്മൾ പൊതുജനം സെഗ്മെന്റിലേക്ക് ഒരു വാർത്ത ഇവിടുന്ന് കവർ ചെയ്തപ്പോൾ ഇവിടുത്തെ വ്യാപാരികൾ അത് ആവശ്യപ്പെട്ടിരുന്നതാണ്. നിങ്ങൾ നിരന്തരം കോർപ്പറേഷനോട് കാര്യം പറഞ്ഞിരുന്നല്ലേ? ഉണ്ട്. എന്താണ് കിട്ടിയ മറുപടി? ഇത് കോർപ്പറേഷൻ വേറെ ആൾക്ക് കൊടുത്തേക്ക്, ഇത് പിന്നെ കരാറ് കൊടുത്തേക്കല്ലോ ഇത് പൊളിച്ചു മാറ്റാന്. ഓല കാലതാമസാന്ന് ഇത് നനക്കെങ്കിന്റെ സപ്പോർട്ടുകൾക്ക് ആദ്യം മുറിച്ചു കൊണ്ടുപോയി. അതുകൊണ്ട് അതിങ്ങനെ നിന്നത് കൊണ്ട്, സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് ഒന്നായിട്ട് മറിഞ്ഞു വീണതാ. എന്തായാലും കോർപ്പറേഷന്റെ ഒരു അനാസ്ഥയാണ് ഈ ഒരു വലിയ അപകടത്തിലേക്ക് നയിച്ച സാഹചര്യം ഉണ്ടാക്കിയത് എന്നുള്ളത് നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാൻ കഴിയും. 2 പോർട്ടർമാർക്കാണ് ഇപ്പോൾ പരിക്കേറ്റിട്ടുള്ളത്. അവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.